ഉണ്ണിയേട്ടൻ്റെ തമ്പുരാട്ടിക്കുട്ടി. രചനാ അവതരണം മൈഥിലി മിത്ര. ഭാഗം 1. ഉണ്ണിയേട്ടാ, ഉണ്ണിയേട്ടോയ്. പെണ്ണിൻ്റെ വിളി കേട്ടിട്ടും തിരിഞ്ഞു നോക്കാതെ വായനശാല ലക്ഷ്യമാക്കി നടന്നവൻ. കുറേ വർഷങ്ങളായി ശീലമായ കാര്യമാണിത്. അതെ ഉണ്ണിയേട്ടാ, എന്താ മിണ്ടാത്തെ? എത്ര പ്രാവശ്യം വിളിച്ചു ഞാൻ. മുന്നിൽ കയറി തടഞ്ഞുകൊണ്ട് മറുപടിക്കായി കാത്തുനിന്ന പെണ്ണിനെ ഉണ്ണി കൗതുകപൂർവ്വം ഒന്ന് നോക്കി. മൈഥിലി വർമ്മ, നാട് ഭരിച്ചിരുന്ന തമ്പ്രാക്കന്മാരുടെ തലമുറയിലെ ആനയും അമ്പാരിയുള്ള കോവിലകത്തെ മൂത്ത തമ്പുരാൻ അനന്തവർമ്മയുടെ ഒരേയൊരു മകൾ. മാണിക്യപുര എന്ന ഈ നാട്ടിലെ കിരീടം വയ്ക്കാത്ത രാജാവിൻ്റെ സീമന്തപുത്രി. അമ്മൻകോവിലിലെ ദേവിയുടെ പ്രതിരൂപം പോലെ മുല്ലമുട്ടിൻ്റെ നൈർമല്യത്തോടു കൂടിയ വെളുത്തു കൊല്ലുന്ന സുന്ദരിയായ ഒരു പെൺകൊടി. മാമ്പഴ കളറുള്ള ഒരു പാവാടയും ബ്ലൗസുമാണ് വേഷം. ഇടുപ്പിനൊപ്പമുള്ള അഴിച്ചിട്ട മുടിയിൽ തുളസിക്കതിര് ചൂടിയിട്ടുണ്ട്. കയ്യിൽ ഇലക്കീറിൽ ചന്ദനവും നേദിച്ച ഒരു പടല കദളിപ്പഴവും. തമ്പ്രാട്ടിക്കുട്ടിക്കറിയില്ലേ ഇങ്ങനെ എൻ്റെ പുറകെ നടക്കരുതെന്ന്? ചോദ്യം വിനയത്തിൻ്റെ ഭാവത്തോടു കൂടിയതെങ്കിലും കണ്ണുകളിൽ ആജ്ഞയുടെ ലാഞ്ചന നടമാടിയിരുന്നു. ഉണ്ണിയേട്ടൻ അറിയില്ലേ എന്താ കാര്യമെന്ന്? കഴിഞ്ഞ 6-7 കൊല്ലായി പുറകെ നടക്കുന്നു. ഒന്ന് പറഞ്ഞൂടെ എന്നോട് ഇഷ്ടമാണെന്ന്? അതെങ്ങനെയാ, ഒന്ന് കാണാൻ പോലും കിട്ടണില്ലല്ലോ. കണ്ണുകളിലെ പരിഭവത്തിൻ്റെ നിഴലാട്ടം അവളുടെ മനോഹാരിതയെ എടുത്തു കാട്ടിയിരുന്നു. അവളുടെ കവളിൽ തെളിയുന്ന നുഴക്കുഴിയുടെ ആഴങ്ങൾ പെണ്ണിൻ്റെ നിഷ്കളങ്കതയെ തൊട്ടുണർത്തുന്നതായിരുന്നു. തമ്പ്രാട്ടിക്കുട്ടി എന്തറിഞ്ഞിട്ടായി വർത്താനം പറയണേ? കോവിലകത്തെ ഉപ്പും ചോറ് നിന്ന് കിടന്നിരുന്ന കുടുംബമാണ് എൻ്റേത്. കാലം മാറിയെന്ന് പറഞ്ഞാലും ആരുടെയും ചിന്താഗതികൾക്ക് മാറ്റമൊന്നും വന്നിട്ടില്ല. അങ്ങനെ ആലോചിക്കുന്നത് പോലും തെറ്റാണ്. പൊയ്ക്കോളൂ, ഇനി ഇങ്ങനെയുള്ള വർത്താനവുമായി ഇങ്ങനെ എൻ്റെ പുറകെ ഒരിക്കലും വരരുത്. ഗൗരവത്തോടെ പറഞ്ഞു നടന്ന് നീങ്ങുന്നവനെ കണ്ട് അവളുടെ കണ്ണുകളിൽ നീരു പൊടിഞ്ഞു. മനസ്സിൽ എന്തോ ചിന്തിച്ചുറപ്പിച്ചുകൊണ്ട് തൂവിയ കണ്ണുനീർ തുടച്ച് പതിയെ കോവിലത്തേക്ക് നടന്നവൾ. ഉണ്ണിയേ, എന്തായി? പരീക്ഷയുടെ റിസൾട്ട് ഇതുവരെ വന്നില്ലേ? വായനശാലയിലേക്ക് കയറിയ ഉടൻ തന്നെ മോഹനേട്ടൻ്റെ ചോദ്യമാണ് അവനെ വരവേറ്റത്. വായനശാലയുടെ പ്രസിഡൻറ്റും നടത്തിപ്പുകാരനും എല്ലാം മോഹനേട്ടനാണ്. പുള്ളി മാണിക്യപുരം സ്കൂളിലെ മാഷാണ്. ഇല്ല മോഹനേട്ടാ, ഇതുവരെ LDCയുടെ ഫലം പ്രഖ്യാപിച്ചിട്ടില്ല. കിട്ടുമെന്ന് ചെറിയൊരു പ്രതീക്ഷയുണ്ട്. റാക്കിൽ നിന്നും ബുക്കെടുത്ത് പേര് കുറിച്ചുകൊണ്ട് ഉണ്ണി അടുത്തൊരു ബെഞ്ചിലായിട്ടിരുന്നു. കിട്ടിയാൽ മതിയായിരുന്നു. ആ പണി കിട്ടിയിരുന്നേൽ അപ്പനും അമ്മയ്ക്കൊരു ആശ്വാസം ആയേനെ, അല്ലേ ഉണ്ണിയേ? ഒരു പുഞ്ചിരി മറുപടിയായി നൽകി ബുക്കുകളിലേക്ക് അവൻ മുഖം പൂഴ്ത്തി. ഉണ്ണി എന്ന വ്യാസ് അച്യുതൻ്റെയും സീതയുടെയും ഒരേ ഒരു മകനാണ്. നിറത്തിൽ വാർത്തെടുത്ത പൗരുഷത്തിൻ്റെ പ്രതിരൂപം. പഠിക്കാൻ മിടുക്കനായതുകൊണ്ടും മാണിക്യപുരത്ത് കോളേജുകളില്ലാത്തതുകൊണ്ടും പുറത്താണ് പഠിച്ചത്. ഹോസ്റ്റൽ ജീവിതമായിരുന്നു ഇതുവരെയും. നാട്ടിൽ അവധിക്ക് വിരുന്നിനെത്തുന്ന അതിഥി മാത്രമായിരുന്നവൻ. അപ്പൻ്റെയും അമ്മയുടെയും പട്ടിണിയും കഷ്ടപ്പാടും കണ്ടറിഞ്ഞവന് ഒരു ജോലി നേടിയെടുക്കുക എന്നത് ഒരു സ്വപ്നമായിരുന്നു. മിത്തുട്ടിയെ, പോണെങ്കിൽ വണ്ടിയിൽ പോകരുതായിരുന്നോ? എന്തിനാ നടന്നു പോയേ നീ? കോവിലകത്തേക്ക് നടന്നു കയറിയതും പൂമുഖത്ത് ചാരുകസേരയിലിരിക്കുന്ന മുത്തശ്ശൻ്റെ ചോദ്യം കേട്ട് അവളൊന്ന് നിന്നു. പതിയെ അടുത്തേക്ക് ചെന്ന് ആ കവിളിലൊന്ന് മുത്തി. കോവിലകത്തെ തലമൂത്ത കാരണവരാണെങ്കിലും മൈഥിലി എന്ന മിത്തുവിനോട് നിറഞ്ഞ വാത്സല്യമാണ് വിശ്വനാഥൻ വർമ്മയ്ക്ക്. നടക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാ മുത്തുവേ. എന്തേ, അറിയില്ലെന്നുണ്ടോ? മറുചോദ്യം എറിഞ്ഞ് പതിയെ കുട്ടിശങ്കരൻ്റെ അടുത്തേക്ക് നടന്നവൾ. കോവിലകത്തെ ആനയാണ് കുട്ടിശങ്കരൻ. തലയെടുപ്പും ലക്ഷണവും എല്ലാം ഒത്തുള്ളത്. മൈഥിലി കയ്യിലിരുന്ന കദളിപ്പഴം അവൻ്റെ തുമ്പിക്കൈയിലേക്ക് പതിയെ വെച്ചു കൊടുത്തു. മുറം പോലെയുള്ള ആ ചെവികൾ സ്നേഹപൂർവ്വം ഒന്നാട്ടി തുമ്പിക്കൈ വായിലേക്ക് വെച്ച് ആ പഴത്തിൻ്റെ പടല ആസ്വദിച്ചൊന്ന് നുണഞ്ഞവൻ. പിന്നെ മൈഥിലിയുടെ തലയിൽ അരുമയായി ഒന്ന് തൊട്ടുഴിഞ്ഞു. വന്നോ നീയ്? ക്ഷേത്രത്തിൽ പോയിട്ട് എത്ര നേരമായി? കൈ കഴുകിയിട്ടിരിക്കും മിത്തു, പ്രാതലെടുത്തു തരാം. പൂമുഖത്തേക്ക് ഇറങ്ങി വന്ന ശ്രീദേവിയുടെ വാത്സല്യത്തോടെയുള്ള ശകാരം കേട്ടില്ലെന്ന് നടിച്ച് ആ നെറ്റിയിൽ ചന്ദനക്കുറി തൊട്ടുകൊടുത്തവൾ. ഇപ്പോൾ വേണ്ടമ്മേ, ഞാൻ പിന്നെ കഴിച്ചോളാം പറഞ്ഞുകൊണ്ട് അകത്തേക്ക് കയറി മുകളിലേക്ക് ഓടുമ്പോൾ താഴെ ശ്രീദേവി വഴക്കുപറച്ചിൽ ഇനിയും നിർത്തിയിട്ടുണ്ടായിരുന്നില്ല. മുറിയിൽ വാതിലടച്ച് കട്ടിലേക്ക് കിടന്നവൾ പതിയെ കണ്ണുകൾ അടച്ചു. കൂട്ടിവെച്ച പ്രണയത്തിലെ വിങ്ങലുകൾ പതിയെ ചീളുകളായി പുറത്തേക്കൊഴുകി.
കണ്ണിൽ അവളുടെ ഉണ്ണിയേട്ടൻ്റെ മിഴിവോടെയുള്ള പുഞ്ചിരിക്കുന്ന ചിത്രം തെളിഞ്ഞപ്പോൾ ആ ചെഞ്ചുണ്ടിൽ നാണത്തിൻ്റെ പുഞ്ചിരി വിരിഞ്ഞുവോ. നിശബ്ദമായ കണ്ണുകളിലൊന്ന് മുത്തി. പതിയെ, അത്രയും പതിയെ ആ താടിയിലൊന്ന് തടവി പെണ്ണവൾ. ആ സ്വപ്നലോകത്ത് മിത്തു അവളുടെ ഉണ്ണിയും മാത്രമായി. നിദ്രയിലേക്ക് മെല്ലെ വഴുതി വീണു പെണ്ണ്. സീതേ, വല്ലതും കഴിക്കാനെടുക്ക്. കുഴച്ചു വെച്ച കപ്പ ഒന്ന് വെളിച്ചെണ്ണ തൂവി ഇളക്കിയെടുത്തു വയ്ക്കുമ്പോഴാണ് അച്യുതൻ്റെ വിളി കേട്ടത്. വലം വെക്കം കൈ ഒന്ന് സാരത്തുമ്പിൽ തുടച്ച് അടുക്കളയിൽ നിന്നും വരാന്തയിലേക്ക് ഇറങ്ങിച്ചെന്ന് സീത. കൈ കഴുകി വന്നോളൂ, എല്ലാം കാലായിട്ടുണ്ടേട്ടാ. സീത ഒരു ചിരിയോടെ അയാളെ നോക്കി. മുഖത്ത് പറ്റിപ്പിടിച്ച വിയർപ്പ് തുള്ളികൾ തോർത്തിലൊപ്പി അയാൾ പാവിപ്പിൻ ചുവട്ടിലേക്ക് നടന്നു. കാലും മുഖവും കഴുകി ഇറയത്തേക്ക് കയറി. കോവിലകത്തെ ഫാക്ടറിയിലെ തൊഴിലാളിയാണ് അച്യുതൻ. വർഷങ്ങളായി അവിടെയാണ് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഉണ്ണി ഇതുവരെ എത്തിയില്ലേ സീതേ? വീടാകെ ഒന്ന് നോക്കിക്കൊണ്ടായിരുന്നു അച്യുതൻ്റെ ആ ചോദ്യം. വായനശാല എന്നും പറഞ്ഞ് രാവിലെ ഇറങ്ങിയതാ, ഇരുട്ടായിട്ട് ഇങ്ങെത്തിയിട്ടില്ല. ഉള്ളിലെ ആദി അവരുടെ വാക്കുകളിൽ കുരുങ്ങിക്കിടന്നു. അവനെന്താ കൊച്ചുകുട്ടിയാണോ നീ ഇങ്ങനെ ആദി പിടിക്കാൻ സീതപ്പെണ്ണേ? ചിരിച്ചുകൊണ്ട് അകത്തേക്ക് കയറിയ അയാളെ സീത ഒന്ന് ദേഷ്യത്തോടെ നോക്കി. പിന്നെ അടുക്കളയിലേക്ക് നടന്നു. അച്ചുവേട്ടാ, എല്ലാം എടുത്തു വെച്ചിരിക്കണം, വന്ന് കഴിച്ചേ, സീത വിളിച്ചു പറഞ്ഞു. കയ്യിൽ മാറ്റി ഒരു തുവർത്തും തോളിലിട്ട് കഴിക്കാൻ വന്നിരിക്കുമ്പോഴാണ് വെളിയിൽ ബൈക്കിൻ്റെ ശബ്ദം അച്യുതൻ കേട്ടത്. സീതേ, മോൻ വന്നെന്നാ തോന്നണേ, പറഞ്ഞുകൊണ്ട് അയാൾ വെളിയിലേക്ക് ഇറങ്ങിച്ചെന്നു. ആഹാ, വിഷ്ണു ഉണ്ടായിരുന്നോ? ഉണ്ണിയെ കൊണ്ടുവിടാൻ വന്ന വിഷ്ണുവിനെ കണ്ട് അയാളൊന്ന് ചിരിച്ചു. ഉണ്ണിയുടെ ആത്മാർത്ഥ സുഹൃത്താണ് വിഷ്ണു. തൊട്ടടുത്താണ് വീട്. വിഷ്ണുവിൻ്റെ അച്ഛൻ ചന്ദ്രൻ അച്യുതൻ്റെ ഉറ്റ സുഹൃത്തുമാണ്. എന്നാൽ ശരിയെങ്കിലേ, ഇനിയും വയ്യ അമ്മ വീട്ടിൽ കേട്ടൂല, നാളെ കാണാം. ഉണ്ണിയെ മുറ്റത്തിറക്കി വിട്ടിട്ട് ചമ്മി ഒരു ചിരി നൽകി വിഷ്ണു വണ്ണിയെ എടുത്തുകൊണ്ട് പോയി. വാ മോനെ, വല്ലവും വന്ന് കഴിക്ക്. മകനെ സ്നേഹത്തോടെ കടാക്ഷിച്ചുകൊണ്ട് അകത്തേക്ക് കടന്ന സീതയെ ഉണ്ണി പുറകിൽ നിന്ന് ഇറുക്കെ പുണർന്നു. വേണ്ടല്ലോ സീതക്കുട്ടി, ഞാൻ ഇന്ന് പുറത്തുനിന്ന് കഴിച്ചു. മോഹനേട്ടൻ്റെ മോളുടെ പിറന്നാളായിരുന്നു. ഇന്നത്തെ അത്താഴം അവിടെയായി. ഉണ്ണി ഒരു കൊഞ്ചലോടെ പറഞ്ഞു. അരുമയോടെ അവൻ്റെ തലയിലൊന്ന് തഴുകി സീത, പിന്നെ നെറുകയിലൊന്ന് ചുംബിച്ചു. പോയി കിടന്നോ എങ്കിൽ? അമ്മയുടെ കവിളുകളിൽ ഒന്ന് ചുണ്ടുകൾ ചേർത്ത് വെച്ചതിന് ശേഷം അവൻ മുറിയിലേക്ക് നടന്നു. കുളിച്ചു തുണി മാറ്റി കട്ടിലിനടുത്ത് കിടന്നിരുന്ന കസേരയിലേക്കിരുന്നു. പിന്നീട് മേശവലിപ്പ് തുറന്ന് അത്രയും പിറപ്പെട്ടതെന്തോ ഒന്നെടുത്ത് നെഞ്ചോട് ചേർത്ത് വെച്ചവൻ കണ്ണുകൾ അടച്ചു. മിത്തു മോളെ, കഴിക്ക് കുറച്ചുകൂടെ, മെലിഞ്ഞൊരു പരുവമായി നീ. ശ്രീദേവിയുടെ പരിഭവം പറച്ചിൽ വെറുതെ പ്ലേറ്റിൽ കൈയിട്ട് ഇളക്കിക്കൊണ്ടിരുന്നു. അവൾ കഴിച്ചോളും ദേവിയെ, നീ എന്തിനാ വഴക്കു പറയണേ? സൗദാമിനിയുടെ മറുപടിയിൽ ശ്രീദേവി നിശബ്ദയായി. മിത്ത് സ്നേഹപൂർവ്വം മുത്തശ്ശിയെ ഒന്ന് നോക്കി. പഠിക്കുന്ന കുട്ടികൾ അങ്ങനെയാ ശ്രീദേവി, അവൾ നന്നായിക്കോളും. കൂടെ വിശ്വനാഥൻ്റെ ആജ്ഞയും കൂടെ ആയപ്പോൾ മിത്തുവിന് പെരുത്ത സന്തോഷം. അങ്ങനെ പറഞ്ഞു കൊടുക്കും മുത്തശ്ശ, ഈ അമ്മയ്ക്കൊന്നും അറിഞ്ഞൂടാ. മിത്തുവിൻ്റെ മറുപടിയിൽ ശ്രീദേവി കള്ളപ്പരിഭവം നടിച്ചു. അനന്തനെത്താൻ വൈകുവോ? ചോദ്യം ശ്രീദേവിയോടായിരുന്നെങ്കിലും പേടി കൊണ്ട് മിത്തുവിൻ്റെ മുഖം ചുളുങ്ങുന്നത് വിശ്വനാഥൻ ശ്രദ്ധിച്ചു. അറിയില്ല അച്ഛാ, ഇന്ന് ഫോണും ചെയ്തില്ല. പറയുന്നതിനോടൊപ്പം മിത്തുവിനെ ഊട്ടാനും ശ്രീദേവി മറന്നില്ല. അന്നെല്ലാവരും അത്താഴം കഴിഞ്ഞ് കിടന്നതിന് ശേഷം രാത്രി വളരെ വൈകിയിരുന്നു അനന്തൻ എത്തിയപ്പോഴേക്കും. കയ്യിലെ ബാഗ് ടീപ്പോയിലേക്ക് വെച്ചിട്ട് പതിയെ സെറ്റിയിലേക്ക് ചാരിക്കിടന്നയാൾ. അനന്തേട്ടാ, ഭക്ഷണം എടുത്തു വെച്ചിട്ടുണ്ട്, കഴിക്കണ്ടേ? വളരെ പതിയായിരുന്നു ചോദ്യം. ശ്രീദേവിയുടെ ശബ്ദം കേട്ട് മെല്ലെ നിവർന്നിരുന്ന അയാൾ. വേണ്ട, ഞാൻ കഴിച്ചിട്ടാ വന്നേ. സ്നേഹം തൊട്ടു തീണ്ടാത്ത ഗൗരവത്തിൻ്റെ ശബ്ദം വിശ്വനാഥനിൽ നിന്നും പൊടുന്നനെ ഉണ്ടായി. നിത്യം കാണുന്ന കാര്യമായതുകൊണ്ട് ശ്രീദേവിക്ക് അത് കേട്ടിട്ടും പ്രത്യേകിച്ചൊന്നും തോന്നിയില്ല. സ്നേഹത്തോടെയുള്ള ഒരു വാക്കോ നോട്ടമോ അയാളിൽ നിന്നും ഉണ്ടാവില്ലെന്നറിയാം. എന്തിനു കൂടുതൽ പറയുന്നു, ഒരേ ഒരു മോളായ മിത്തുവിനോട് പോലും സംസാരമില്ല. ഉദയൻ വിളിച്ചിരുന്നുവോ ഇന്ന്? പൊടുന്നനെ വിശ്വനാഥൻ ഭാര്യയോട് ചോദിച്ചു. ഉദയവർമ്മ അനന്തൻ്റെ അനിയനാണ്. ഭാര്യ വിനയയും 2 കുട്ടികളോടും ഒപ്പം ബാംഗ്ലൂരാണ് താമസം. കോവിലകം ഗ്രൂപ്പിൻ്റെ അവിടെയുള്ള ബ്രാഞ്ചുകളുടെ ഉത്തരവാദിത്തം ഉദയനാണ് നോക്കുന്നത്. ഇല്ല അനന്തേട്ടാ, ഇന്ന് വിളിച്ചിട്ടില്ല ഇങ്ങോട്ട്. ശ്രീദേവി ശബ്ദം താഴ്ത്തി മറുപടി നൽകി.
മറുപടി ഒരു മൂളലിൽ ഒതുക്കി ഭാര്യയെ ഒന്ന് നോക്കുക പോലും ചെയ്യാതെ അയാൾ മുറിയിലേക്ക് നടന്നു. എന്തിനോ വെറുതെ ശ്രീദേവിയുടെ കണ്ണുകളൊന്ന് നിറഞ്ഞു. ഉണ്ണി, എന്താ നിന്റെ തീരുമാനം? കുളത്തിൻ്റെ പടിയിലിരുന്നുകൊണ്ട് പതിയെ കാല് വെള്ളത്തിലേക്കിട്ട് ആട്ടിക്കൊണ്ടിരിക്കുമ്പോഴാണ് വിഷ്ണുവിൻ്റെ ചോദ്യം അവനെ തേടിയെത്തിയത്. എന്തേലും ജോലി കണ്ടുപിടിക്കണം വിഷ്ണു. അച്ഛന് വയ്യാണ്ടായിരിക്കുന്നു. ഇനിയും പഠിക്കും വിടുന്നത് ശരിയല്ല. വേദനയിൽ പിടയുന്ന കണ്ണുകൾ വിഷ്ണു കാണാതെ മറച്ചു പിടിക്കുവാൻ ഉണ്ണി ഒരു പാഴ്ശ്രമം നടത്തിയെങ്കിലും അത് വിഫലമായി. സാരയില്ല, പോട്ടടാ, എല്ലാം ശരിയാവും. ആ കാര്യം അവിടെ നിൽക്കട്ടെ. വേറൊരു കാര്യമാണ് എനിക്കറിയേണ്ടത്. നിന്റെ മനസ്സ് കട്ടുകൊണ്ട് പോയ ആ ദേവത ആരാ? താടിയിൽ കൈവച്ചുകൊണ്ട് പുരികൊന്ന് വളച്ചു വെച്ചുള്ള വിഷ്ണുവിൻ്റെ ചോദ്യത്തിൽ ഒന്ന് പതറിയെങ്കിലും മറുപടിയായി വെറുതെ ഒന്ന് ചിരിച്ചു കൊടുത്തു ഉണ്ണി. ഉണ്ണിയേട്ടാ, എവിടെയൊക്കെ തിരക്കി ഞാൻ? ഇവിടെ വന്നിരിക്കുകയായിരുന്നോ? പൊടുന്നനെയാണ് അങ്ങനെ ചോദിച്ചുകൊണ്ട് മൈഥിലി അങ്ങോട്ടേക്ക് വന്നത്. കുളത്തിലെ പടികൾ ഇറങ്ങി വരുന്ന മൈഥിലിയെ കണ്ട് ഉണ്ണിയും വിഷ്ണുവും പരസ്പരം സംശയത്തോടെ അന്യോന്യം നോക്കി. എന്നിട്ട് പടികൾ ഇറങ്ങി വരുന്ന പെണ്ണിലേക്ക് നോട്ടം പായിച്ചു. വിഷ്ണുവേട്ടനും ഉണ്ടായിരുന്നോ? എന്തൊക്കെയുണ്ടേട്ടാ വിശേഷം? സുഖം തന്നെയല്ലേ? തൊട്ടടുത്ത് വന്നിരുന്ന് കുശലം പറയുന്ന മിത്തുവിനെ നോക്കി വിഷ്ണു ഒന്ന് ചിരിച്ചു. പക്ഷെ ഉണ്ണി മാത്രം ഗൗരവത്തിൽ തന്നെ ഇരുന്നു. സുഖം മിത്തുട്ടിയെ? അല്ല, നീ എന്തിനാ ഉണ്ണി അന്വേഷിച്ച് നടക്കണ പെണ്ണേ? വിഷ്ണു അങ്ങനെ ചോദിച്ചതും കുറുമ്പോടെ ഉണ്ണിയെ ഒന്ന് കള്ളക്കണ്ണാൽ ഒളിഞ്ഞു നോക്കി പെണ്ണവൾ. ഒന്നുമില്ല വിഷ്ണുവേട്ടാ, ചങ്ക് പറിച്ചു കാണിച്ചാലും ചെമ്പരത്തിപ്പൂവാണെന്ന് പറയുന്ന ഏട്ടൻ്റെ കൂട്ടുകാരനെ ഞാനെന്ത് ചെയ്യണം? ചിരിയോടെ പറയുന്ന വാക്കുകളിൽ നൊമ്പരത്തിൻ്റെ വിഷാദച്ചായ നിറഞ്ഞു നിന്നത് വിഷ്ണുവും ശ്രദ്ധിച്ചു. മിത്തുട്ടിയെ, ഏട്ടനൊരു കാര്യം ചോദിച്ചോട്ടെ നിന്നോട്? വിഷ്ണു അവളുടെ നേർക്ക് തിരിഞ്ഞിരുന്നതും ഒന്ന് മൂളിക്കൊണ്ടവൾ അവനെ നോക്കി. പ്രണയം തെറ്റല്ല മോളെ, പക്ഷെ നിന്റെ പ്രണയത്തിൻ്റെ അവസാനം എന്താവുമെന്ന് നിനക്കറിയില്ലേ? ഈ ബന്ധം ഒരിക്കലും നടക്കില്ല. ഇനി എല്ലാവരെയും എതിർത്ത് നിങ്ങൾ ഒരുമിച്ചാലും കോവിലകത്തുള്ളവർ വെറുതെ ഇരിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോളെ? കരുതലോടെ പറയുന്നവൻ്റെ വാക്കുകളിൽ ഒരേട്ടൻ്റെ വാത്സല്യം നിറഞ്ഞു നിന്നിരുന്നു. എനിക്ക് മറക്കാൻ പറ്റാഞ്ഞിട്ടാ വിഷ്ണുവേട്ടാ, അത്രയ്ക്കും ഇഷ്ടമായിട്ടാ ഞാൻ. മുറിഞ്ഞു വീണ വാക്കുകളും നിറഞ്ഞു തുളുമ്പി അവളുടെ കണ്ണുകളും വിഷ്ണുവിനെ സങ്കടത്തിലാഴ്ത്തി. അതല്ല മോളെ, നിന്നെ വിഷമിപ്പിക്കാനല്ല. നീ കരയിലേടി. നിറഞ്ഞ കണ്ണുകൾ തുടച്ചു കൊടുത്ത് അവളുടെ നെറുകയിലൊന്ന് മുത്തിയവൻ. വിഷ്ണു, നീ വരുന്നുണ്ടെങ്കിൽ വാ, എനിക്ക് വേറെ പണിയുണ്ട്. ദേഷ്യത്തോടെ അപ്പോഴേക്കും ഉണ്ണി കുളപ്പടിയിൽ നിന്ന് എഴുന്നേറ്റിരുന്നു. വിഷ്ണു അവനെ സംശയത്തോടെ ഒന്ന് നോക്കി. വലിഞ്ഞു മുറുകിയ മുഖം അവൻ്റെ ദേഷ്യത്തെ എടുത്തു കാട്ടുന്നുണ്ടായിരുന്നപ്പോൾ. അതല്ലടാ ഉണ്ണി, അവൾക്ക് പറഞ്ഞ കാര്യങ്ങൾ മനസ്സിലാവും. നീയൊന്ന് അവിടെ ഇരുന്നേ. ചുവപ്പ് രാശി വീണ ഉണ്ണിയുടെ കണ്ണുകളിൽ ക്രോധം നിഴലിച്ചിരിക്കുന്നത് കണ്ടതും വിഷ്ണു അവനെ ശാന്തമായി പറഞ്ഞു മനസ്സിലാക്കുവാൻ ശ്രമിച്ചു. ഇത് സൂക്കേട് വേറെയാ വിഷ്ണു. പറഞ്ഞു കൊടുത്ത് മാറ്റേണ്ട സമയമൊക്കെ കഴിഞ്ഞു. സുഖവും സന്തോഷവും ഒക്കെ കൂടിക്കഴിയുമ്പോൾ ഇങ്ങനെയൊക്കെ തോന്നും. വെറുപ്പോടെ ഉണ്ണി അവളെ ഒന്ന് നോക്കി. എനിക്കിഷ്ടമാണ് ഉണ്ണിയേട്ടനെ, ഒത്തിരി ഇഷ്ടമാണ്. അതുകൊണ്ടാ ആട്ടി പായിച്ചിട്ട് നാണമില്ലാതെ പിന്നെ പുറകെ വരണേ. അത് തെളിയിക്കാൻ ഈ മൈഥിലിക്ക് അറിയില്ല. കോവിലകത്തെ മൈഥിലിക്ക് ഉണ്ണിയെ പെരുത്തിഷ്ട. എൻ്റെ കഴുത്തിലൊരു താലി വീഴുന്നുണ്ടെങ്കിൽ അത് ഉണ്ണിയേട്ടൻ്റെ ആയിരിക്കും. അതല്ലെങ്കിൽ എൻ്റെ ആയിരിക്കും ഇവിടെ എല്ലാവരും കാണുക. അത്രയും നേരം കരഞ്ഞുകൂവിയിരുന്ന പെണ്ണ് ഒരു നിമിഷം കൊണ്ട് വീറോടെ കയർത്ത് സംസാരിക്കുന്നത് കണ്ട് വിഷ്ണുവിൻ്റെ കണ്ണ് തള്ളിപ്പോയി. പതിയെ അവനൊന്ന് ഉണ്ണിയെ നോക്കി. ആ മുഖത്ത് വിരിയുന്ന ഭാഗങ്ങൾ എന്തോ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ആഹാ, കോവിലകത്തെ തമ്പ്രാട്ടിക്കുട്ടി വാശിയിലാണല്ലേ? എങ്കിൽ കേട്ടോ, നിന്നെ പ്രേമിച്ചു കെട്ടാൻ എന്നെ കൊണ്ട് പറ്റില്ല. പ്രണയം ഒരാൾക്ക് മാത്രം ഉണ്ടായ പോരല്ലോ, എനിക്കും കൂടെ തോന്നണ്ടേ? നിന്നെപ്പോലെ തൊലി വെളുപ്പും കാണിച്ച് പുറകെ വരുന്ന പെണ്ണുങ്ങളോട് എനിക്ക് ദേഷ്യം. ഇനി ഈ പേരും പറഞ്ഞ് എൻ്റെ പുറകെ നീ നടന്നാൽ ഉണ്ണി ആരെന്ന് നീ അറിയും. അത്രയ്ക്കും സഹിക്കാൻ മേലെങ്കിൽ നീ ഒന്ന് പോയേടി. ദേഷ്യത്താൽ അവൻ്റെ മുഖം ചുവന്നിരുന്നു. രൂക്ഷമായിട്ട് മൈഥിലിയെ ഒന്ന് നോക്കി കുളപ്പടികൾ കയറി ഉണ്ണി നടന്നകന്നു. മോളെ, നീ വീട്ടിലേക്ക് പൊയ്ക്കോ. ഇതും ആലോചിച്ചുകൊണ്ട് വിഷമിക്കേണ്ട കേട്ടോ. വിഷ്ണു അവളുടെ നെറുകയിലൊന്ന് തലോടിക്കൊണ്ട് പറഞ്ഞു. ശേഷം പടികൾ കയറി. പ്രക്ഷുബ്ധമായ അവളുടെ മനസ്സ് അലതല്ലുകയായിരുന്നു ആ നേരം. പുകഞ്ഞു നീർന്ന മനസ്സിൻ്റെ നൊമ്പരം ചാലുകളായി കണ്ണുകളിൽ നിന്ന് ഒഴുകിയിറങ്ങി. ഉണ്ണി പറഞ്ഞിട്ട് പോയ വാക്കുകൾ മാത്രം പെണ്ണിൻ്റെ കാതുകളെ അലയടിച്ചു. ആർത്തു കരഞ്ഞുകൊണ്ട് ചെവികൾ പൊത്തിപ്പിടിച്ച പെണ്ണ്
നെഞ്ചിൻകൂട്ടിലെ കടലാഴത്തോളമുള്ള വേദന മാത്രം അവൾക്ക് ബാക്കിയായി. ഒടുവിൽ ആ നിലയില്ലാ കുളത്തിൻ്റെ ആഴങ്ങൾ അവളെ മാടി വിളച്ചു. ഭൂമിദേവി മിഥിലാപുത്രിയുടെ സങ്കടം സഹിക്കവയ്യാതെ മടിയിലിരുത്തി ആശ്ലേഷിച്ചതുപോലെ ആ കുളത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഊളിയിടുമ്പോൾ വേദനകളില്ലാത്ത ലോകത്തിൻ്റെ ഗന്ധം പേറും കൈകൾ അവളിലേക്ക് എത്താൻ വെമ്പൽ കൂട്ടി. ഉണ്ണി, എടാ ഉണ്ണി, അങ്കിൾ, ഉണ്ണി എവിടെ? രാവിലെ കിതച്ചുകൊണ്ട് പരിഭ്രാന്തിയോടെ വീടിനകത്തേക്ക് ഓടിക്കയറി വന്ന വിഷ്ണുവിനെ കണ്ട് അച്യുതനൊന്ന് പരിഭ്രമിച്ചു പോയി. എന്താ മോനെ, എന്തു പറ്റി? അയാൾ വിഷ്ണുവിനെ പരിഭ്രാന്തിയോടെ നോക്കി. അച്യുതൻ്റെ മുഖം കണ്ട് മറുപടി എന്ത് നൽകണമെന്നവൻ ഒരു വേള ആലോചിച്ചു. അതൊന്നുമില്ല അങ്കിൾ, എൻ്റെ ഒരു ബുക്ക് അവൻ്റെ കയ്യിലുണ്ടായിരുന്നു, അത് വാങ്ങാൻ വന്നതാ ഞാൻ. അങ്ങനെയൊരു കള്ളമാണ് വിഷ്ണുവിൻ്റെ നാവിൽ നിന്ന് വീണത്. അങ്ങനെ പറഞ്ഞുകൊണ്ട് ഉണ്ണിയുടെ മുറിയിലേക്ക് പോകുന്ന വിഷ്ണുവിനെ നോക്കി അച്യുതൻ്റെ മുഖം ചുളിഞ്ഞിരുന്നു. എങ്കിലും ഫാക്ടറിയിൽ പണിക്ക് പോകേണ്ട സമയമായതുകൊണ്ട് അയാൾ ഒന്നും പറയാതെ പുറത്തേക്കിറങ്ങി. വിഷ്ണു നേരെ ഉണ്ണിയുടെ മുറിയിലേക്കാണ് കയറി ചെന്നത്. കസേരയിൽ ചാരിയിരുന്നു കൊണ്ട് കൈകൾ രണ്ടും ചുരുട്ടി കണ്ണുകൾക്ക് മുകളിൽ കയറ്റിവെച്ച് എന്തോ ആലോചനയിലായിരുന്നു ഉണ്ണി അപ്പോൾ. എടാ ഉണ്ണി, നീ ഇവിടെ ഇങ്ങനെ ഇരുന്നോ കേട്ടോ? വിഷ്ണുവിൻ്റെ ശബ്ദം കേട്ട് അവനൊന്ന് തല ഉയർത്തി നോക്കി. എന്തടാ രാവിലെ തന്നെ, എന്തിനാ നീ ഇങ്ങനെ കിടന്ന് കാറണത്? നെറ്റി ഒന്ന് ചുളിഞ്ഞിരുന്നവൻ കണ്ണുകൾ കുറുക്കി മെല്ലെ വിഷ്ണുവിനെ നോക്കി. എടാ അത് പിന്നെ നമ്മുടെ... പിന്നെ എന്തോ പറയാൻ തുടങ്ങുന്നവനെ നോക്കി ഉണ്ണി കസേരയിൽ നിന്ന് എഴുന്നേറ്റു. എന്താടാ, എന്താ കാര്യം? വീട്ടിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിയോ? ആദിയോടെ ചോദിക്കുന്നവനെ നോക്കി വിഷ്ണു ഒരു നിമിഷം നിന്നു. അതല്ലടാ, നമ്മുടെ മിത്തു, അവൾ ഇന്നലെ കുളത്തിൽ വീണെന്ന്. ഇച്ചിരി സീരിയസ് ആണെന്നാ കേൾവി. കുളിക്കാൻ വന്ന ആരോ കണ്ടതുകൊണ്ട് ഭാഗ്യം കൊണ്ട് രക്ഷപ്പെട്ടു എന്നാ പറയുന്നത്. പാവം കുട്ടി, കോവിലക ഹോസ്പിറ്റൽ ICUയിൽ അഡ്മിറ്റാണിപ്പോൾ. ഒരേട്ടൻ്റെ വാത്സല്യത്തോടെ പറയുന്ന വിഷ്ണുവിൻ്റെ വാക്കുകൾ കേട്ട് ചെവി കൊട്ടി അടയ്ക്കുന്ന പോലെയാണ് ഉണ്ണിക്ക് തോന്നിയത്. തൊണ്ട വരണ്ടു പൊട്ടുന്നത് പോലെ ഉയർന്നു വരുന്ന ഹൃദയത്തിനിടിപ്പ് പെരുമ്പറ കൊട്ടി. ഒരു താങ്ങിനായി കൈകൾ ഉയർത്തിയെങ്കിലും ഇടറിയ കാലുകൾ മുന്നോട്ടേക്ക് നീക്കാനാവാതെ മുറിയുടെ ഭിത്തിയിൽ ചാരി നിന്നു പോയവൻ ശേഷം ചുവരിലൂടെ ഊർന്നിറങ്ങി താഴേക്കിരുന്നു പോയി. ഉണ്ണി, എടാ, എന്തു പറ്റി നിനക്ക്? കൂട്ടുകാരൻ്റെ പേടിച്ചരണ്ട മുഖം കണ്ടതും വിഷ്ണു ഭയന്നുപോയി. പേടിയോടെ അരികിലിരുന്ന് കുലുക്കി വിളിക്കുന്നതിൻ്റെ വാക്കുകൾ ഉണ്ണിയുടെ കാതിൽ അലയടിച്ചിരുന്നില്ല. അപ്പോൾ എന്തോ പദം പറഞ്ഞു പുലമ്പുന്ന ഉണ്ണിയുടെ അവസ്ഥ കണ്ട് വിഷ്ണു അവനെ ഭീതിയോടെ നോക്കി. എടാ, എൻ്റെ മോള്, എൻ്റെ മിത്തു, അവളെ ഞാനല്ലേ കാരണം. ഞാൻ ഒറ്റയൊരുത്തനെ എൻ്റെ മിത്തു ഇങ്ങനെ ആവാൻ കാരണം. തലയിൽ അടിച്ചുകൊണ്ട് ആർത്ത് കരയുന്ന ഉണ്ണിയെ നോക്കി വിഷ്ണു ഒരു നിമിഷം നിശ്ചലനായി. പിന്നെ സംശയത്തോടെ നോക്കി ഉണ്ണിയെ. എൻ്റെ ആടാ അവള്. കുറേ വർഷമായിട്ട് മനസ്സിലിട്ടുകൊണ്ട് നടക്കുക. നടക്കില്ലെന്നറിയുന്നുണ്ട ഇഷ്ടം പറഞ്ഞ് പുറകെ നടന്നിട്ടും ഞാൻ ആട്ടി പായിച്ചത്. അവളുടെ നല്ല ജീവിതം ഞാനായിട്ട് നശിപ്പിക്കുന്ന എന്തിനാണെന്നോർത്ത്. പക്ഷെ ഇപ്പോൾ കണ്ണ് നിറച്ചുകൊണ്ട് പറയുന്നവനെ കണ്ട് തൊണ്ടയിൽ സങ്കടം കുരുങ്ങി വിഷ്ണുവിന്. എന്തു ആശ്വസിപ്പിക്കേണ്ടെന്നറിയാതെ അവൻ കുഴഞ്ഞിരുന്നു. ഉണ്ണിയുടെ പ്രണയം മിത്തുവാണെന്ന് അറിഞ്ഞ വാർത്തയുടെ ഞെട്ടലിലായിരുന്നു വിഷ്ണു അപ്പോൾ. എടാ, അവക്കൊന്നും പറ്റിയില്ല, ഒന്നും പറ്റുകയില്ല, നീ ഇങ്ങനെ വിഷമിക്കല്ലേ. തോളിൽ ചലചേർത്ത് കിടന്ന് കണ്ണീർ വാർക്കുന്ന ഉണ്ണിയുടെ പുറത്ത് ഒന്ന് ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം വിഷ്ണു ഒന്ന് തലോടി. എൻ്റെ മോളെ, ഞാൻ എന്തൊക്കെ പറഞ്ഞു തേവരെ. അയ്യോ, ഞാനിതെങ്ങനെ സഹിക്കും? പൊടുന്നനെ അലമുറയിട്ട് കരയുന്ന ഉണ്ണിയെ ആശ്വസിപ്പിക്കാനാവാതെ വിഷ്ണു കുഴങ്ങി. ഉണ്ണിയുടെ പ്രണയം മൈഥിലിയാണെന്നുള്ള അറിവിൽ അവൻ ആകെ അസ്വസ്ഥനായിരുന്നു. എനിക്കെൻ്റെ മോളെ കാണണം വിഷ്ണു, ഞാൻ പോവാ ഹോസ്പിറ്റലിലേക്ക്. കൈകൾ തട്ടിയെറിഞ്ഞ് എഴുന്നേറ്റ് പോകാൻ തുടങ്ങിയ ഉണ്ണിയെ വിഷ്ണു പെട്ടെന്ന് തടഞ്ഞു നിർത്തി. എടാ, നീ ഇപ്പോൾ പോണ്ട. പോയാലും കാണാൻ പറ്റില്ല. അല്ലെ തന്നെ കോവിലകത്തെ എല്ലാവരും അവിടെ കാണും. അവർ ചോദിച്ചാൽ നീ എന്ത് മറുപടി പറയും ഉണ്ണി? വിഷ്ണുവിൻ്റെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാനൊന്നും ഉണ്ടായിരുന്നില്ലെങ്കിലും മിത്തുവിനെ കാണാൻ കൊതിക്കുന്ന ഉള്ളം നോവിൻ കനവായി മാറിയിരുന്നു. അവൻ്റെ കണ്ണുകളിൽ കണ്ണീർ ചാലുകൾ തീർത്തു. തൻ്റെ പ്രണയത്തിൻ്റെ ദീർഘായുസ്സിനു വേണ്ടി ദേവനെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കണ്ണീർ പൂക്കളാൽ അർച്ചന കഴിച്ചു. അനന്തേട്ടാ, ഡോക്ടർ എന്തു പറഞ്ഞു? കരഞ്ഞുകൊണ്ട് ചോദിച്ച ശ്രീദേവിയെ രൂക്ഷമായൊരു നോട്ടത്തിൽ അയാൾ നിശബ്ദനായി. കഴിഞ്ഞിട്ടില്ല. മകളെ അഴിച്ചുവിട്ടേക്കുവല്ലേ കയറൂരി ഇങ്ങനെ. അതെങ്ങനെയാ? തള്ളെ കണ്ടല്ലേ മോള് പഠിക്കുന്നേ. കണ്ടവന്മാരെ ആവശ്യം കഴിഞ്ഞ് കുളത്തിൽ കൊണ്ടുപോയി ഇട്ടതായിരിക്കും. ആശുപത്രി എന്ന് പോലും നോക്കാതെ അലറിക്കൊണ്ട് ദേഷ്യപ്പെടുന്ന അയാളെ
ശ്രീദേവി ഒന്ന് നിസ്സഹായതയോടെ നോക്കി നിന്നു. പെറ്റ വയറിൻ്റെ നോവ് അറിയാത്തവനെ അവരാ നിമിഷം മനസ്സുകൊണ്ട് ശപിച്ചു പോയിരുന്നു. സ്വന്തം ചോരയല്ലേ, ഒരച്ഛൻ ഇങ്ങനെയൊക്കെ പറയാൻ സാധിക്കുമോ? പലവിധ ആലോചനകളാൽ അവരുടെ നെഞ്ചു വീങ്ങി. ശ്രീദേവി, മോക്കിപ്പോൾ കുഴപ്പമൊന്നുമില്ലെന്ന് ഡോക്ടർ പറഞ്ഞു കേട്ടോ. സമയത്തിന് അവർ കണ്ടതുകൊണ്ട് രക്ഷപ്പെട്ടു. തലയിൽ 5-6 സ്റ്റിച്ചുണ്ട്. അതെങ്ങനെ വന്നെന്നറിയാൻ പാടില്ലാത്തത്. ബോധം തെളിഞ്ഞ മുറിയിലേക്ക് മാറ്റുന്ന ഡോക്ടർ പറഞ്ഞേ. സംശയത്തോടെ പറയുന്ന വിശ്വനാഥനെ നോക്കി ശ്രീദേവി നെറ്റി ചുളിച്ചു. നെറ്റിയിൽ എങ്ങനെ മുറി വന്നെന്ന് അവർക്കും എത്ര ആലോചിച്ചിട്ടും മനസ്സിലായിരുന്നില്ല. ഇനിയിപ്പോൾ അതിനെക്കുറിച്ച് ആലോചിച്ച് തല പുണ്ണാക്കേണ്ട. എന്താണേലും കോവിലകത്തിന് ചീത്തപ്പേരായി. അമർഷത്തോടെ പറഞ്ഞുകൊണ്ട് നടന്നു നീങ്ങുന്ന അനന്തനെ നോക്കി വിശ്വനാഥനൊന്ന് ദേഷ്യം നെടുവീർപ്പെട്ടു. നീ വിഷമിക്കേണ്ട ശ്രീദേവി, അവൻ്റെ വാക്കുകളൊന്നും കാര്യമാക്കണ്ട. നീ മോളുടെ കാര്യം മാത്രം ആലോചിച്ചാൽ മതി. സൗദാമിന് വീട്ടിൽ ടെൻഷൻ അടിച്ചിരിക്കുക. ഞാനൊന്ന് വിളിച്ച് അവളെ പറയട്ടെ അവളോട്. നന്ദിയോടെ അവർ അച്ഛനെ ഒന്ന് നോക്കി. ഭർത്താവിൽ നിന്നും പലപ്പോഴും രക്ഷിക്കുന്നത് വിശ്വനാഥനും സൗദാമിനിയാണ്. ഭർത്താവിൻ്റെ അച്ഛനും അമ്മയായിരുന്നെങ്കിലും സ്വന്തം മകളെപ്പോലെയാണ് അവർക്ക് ശ്രീദേവി. എന്നാൽ ശരിയച്ച, അമ്മയോട് ഓടിപ്പിടിച്ചിങ്ങോട്ട് വരണ്ടെന്ന് പറ. ഒന്നാമതേ വയ്യ അമ്മയ്ക്ക്. ആദിയോടെ പറയുന്നവളെ ഒന്ന് നോക്കിയിട്ട് വിശ്വനാഥൻ ഫോൺ ഡയൽ ചെയ്തു. എടാ, എന്തെങ്കിലും ഒന്ന് കഴിക്ക്. രാവിലെ തൊട്ട് പട്ടിണിയല്ലേ നീ? ഇത്തിരി വെള്ളമെങ്കിലും കുടിക്ക്. അച്യുതനും സീതയും മാറി മാറി വിളിച്ചിട്ടും ഉണ്ണി കഴിക്കാൻ കൂട്ടാക്കിയില്ല. മനസ്സിൽ അവൻ്റെ പ്രണയം മാത്രം ആയിരുന്നപ്പോൾ. കൂട്ടുകാരൻ്റെ അവസ്ഥയിൽ കണ്ണീർ വാർത്തുകൊണ്ട് വിഷ്ണു ആ ദിവസം മുഴുവൻ അവൻ്റെ കൂടെയിരുന്നു. കാര്യങ്ങൾ വിഷ്ണുവിൽ നിന്ന് അറിഞ്ഞ അച്യുതനും സീതയും ഒന്ന് ഭയപ്പെട്ടെങ്കിലും മകൻ്റെ പ്രണയത്തിൻ്റെ ആഴം കണ്ട് നിസ്സഹാരായി നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. കോവിലകത്തിൻ്റെ ഉപ്പും ചോറും നിന്നിട്ട് അവരോട് വിശ്വാസവഞ്ചന കാട്ടാൻ ആ മാതാപിതാക്കൾക്ക് ആവുമായിരുന്നില്ല. ഇതിലുപരി മകൻ്റെ ജീവനെ പറ്റിയുള്ള ആശങ്ക നിലനിച്ചിരുന്നു അവരുടെ മനസ്സിൽ. സമയം 12 മണിയോടടുത്തിരുന്നു. പുറത്തേക്ക് പോകാൻ തയ്യാറായ ഉണ്ണിയെ കണ്ട് വിഷ്ണു ഒന്ന് ശങ്കിച്ചു. എനിക്കെൻ്റെ മോളെ കാണണം. ഉറച്ചതായിരുന്നു ഉണ്ണിയുടെ വാക്കുകൾ. തിരിച്ചൊന്നും പറയാനാവാതെ ബൈക്കിൻ്റെ ചാവിയും എടുത്ത് വിഷ്ണു അവനെ അനുഗമിച്ചു. ബൈക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് ഉണ്ണിയെ പിന്നിൽ കയറ്റി കോവിലകം ഹോസ്പിറ്റലിലേക്ക് നേരെ വിട്ടു. അവിടെ ചെന്നാൽ എതിരിടേണ്ട ആളുകളെ ഓർത്ത് വിഷ്ണുവിൻ്റെ ഹൃദയം ഒന്ന് പേടിയാൽ വിറച്ചിരുന്നു. ബൈക്ക് പാർക്കിങ്ങിൽ നിർത്തി പതിയെ ഇറങ്ങി. സ്റ്റെപ്പുകൾ കയറി ICU ലക്ഷ്യമാക്കി നീങ്ങി അവർ. ICU വെയിറ്റിംഗ് ഏരിയയിലിരിക്കുന്ന വിശ്വനാഥൻ വർമ്മയെ ശ്രീദേവിയെ കണ്ട് അവർ ഭീതിയോടെ ഭിത്തിയുടെ മറവിലേക്ക് മറഞ്ഞു നിന്നു. അകത്തിതൊന്നും അറിയാതെ പതിയെ കണ്ണൊന്ന് ചിമ്മി തുറക്കാൻ ശ്രമിക്കുകയായിരുന്നു മൈഥിലി. അപ്പോൾ മോളെ മിത്തു, ഇപ്പം എങ്ങനെയുണ്ട്? ആദിയോടെ ആരായുന്ന അമ്മയെ ഒരു നിമിഷം അവൾ വേദനയോടെ നോക്കി. നെറ്റിയിലെ സ്റ്റിച്ചിൻ്റെ വേദനയിൽ ഒന്ന് ഏങ്ങിയിരുന്നവൾ പ്രണയത്തിൻ്റെ അന്ധതയിൽ കാട്ടിക്കൂട്ടിയതോർത്ത് കുറ്റബോധത്താൽ അവളുടെ ഉള്ളം അപ്പോൾ നീങ്ങി. ഇപ്പം കുഴപ്പമില്ല അമ്മേ. അസഹ്യമായ വേദനയുണ്ടെങ്കിലും കള്ളം കൊണ്ട് മറയ്ക്കാനാണ് അവൾക്ക് ആ നേരം തോന്നിയത്. മോളെ, ഇച്ചിരി കഞ്ഞി കുടിക്കുന്നോ? രാവിലെ മുതൽ ഒന്നും കഴിച്ചില്ലല്ലോ നീ. നെറുകയിൽ തലോടി അടുത്തേക്കിരുന്ന അമ്മയുടെ മടിയിലേക്ക് പതിയെ തല ഉയർത്തി കിടന്നവൾ. വേണ്ടമ്മേ, ഉറക്കം വരുന്നുണ്ട് എനിക്ക്. പറച്ചിലിനോടൊപ്പം അവളുടെ കണ്ണുകൾ അടഞ്ഞു തുടങ്ങിയിരുന്നു. നെറുകയിലൂടെ വെറുതെ കൈവിരലുകൾ ഓടിച്ചുകൊണ്ട് ശ്രീദേവി മിത്തുവിൻ്റെ മുഖത്തേക്ക് നോക്കിയിരുന്നു. ഇടത്ത് സൈഡിലെ നെറ്റി വെച്ചുകെട്ടി പ്ലാസ്റ്റർ ഒട്ടിച്ചിട്ടുണ്ട്. നീരുകൊണ്ട് ചുവന്നു പരന്നിരുന്നു നെറ്റിത്തടത്തിൽ. മാഡം, റെസ്റ്റ് റൂം അടുത്തുണ്ടല്ലോ, അവിടെ കിടന്നോളൂ. രാവിലെ മുതലുള്ള ഇരിപ്പല്ലേ? ചോദിച്ചുകൊണ്ട് കയറി വന്ന ഡ്യൂട്ടി ഡോക്ടറിനെ അവർ നോവോടെയൊന്ന് നോക്കി. സാരമില്ല, ഞാനിവിടെ ഇരുന്നോളാം. അവിടെ അച്ഛൻ കിടപ്പുണ്ടല്ലോ അല്ലേ? അതെ മാഡം, വിശ്വനാഥൻ സാർ ഉറങ്ങാനായിട്ട് അങ്ങോട്ട് പോകുന്നത് കണ്ടായിരുന്നു ഞാൻ. പിന്നെ എന്തെങ്കിലും ആണെങ്കിൽ ബെല്ല് പ്രസ് ചെയ്താൽ മതി, ഞാൻ വന്നോളാം. വിനയത്തോടെ പറഞ്ഞിട്ട് അവർ മിത്തുവിനെ ഒന്ന് നോക്കി പുറത്തേക്ക് നടന്നു. ശ്രീദേവി പതിയെ മിത്തുവിൻ്റെ തലയെടുത്ത് പില്ലോയിൽ വെച്ചിട്ട് കട്ടിലിൽ നിന്ന് മെല്ലെ എഴുന്നേറ്റ് അവളെ പുതപ്പിച്ചു. ശേഷം കുളിക്കുവാൻ വേണ്ടി പതിയെ തുണിയും എടുത്ത് ബാത്റൂമിലേക്ക് കയറി. അതേസമയം ഡോർ സൈഡിൽ കാത്തുനിന്ന ഉണ്ണി വിഷ്ണുവിനെ ഒന്ന് നോക്കി കണ്ണ് കാണിച്ചിട്ട് മിത്തുവിൻ്റെ മുറിയിലേക്ക് നടന്നു. തല വെച്ചുകെട്ടി നീരു വന്ന മുഖവുമായി കിടക്കുന്ന മിത്തുവിനെ കണ്ട് ഉണ്ണിയുടെ തൊണ്ടയിൽ കുരുങ്ങി നിന്ന തേങ്ങലുകൾ പുറത്തേക്ക് പതിച്ചു. കണ്ണീർ ചാലുകൾ അവൻ്റെ കവിളുകൾ നനച്ച് പെയ്തിറങ്ങി. മോളെ മിത്തുട്ട, ഒന്ന് നോക്കടാ എന്നെ. നിന്റെ ഉണ്ണിയേട്ടനാടാ ഞാൻ. ചുവന്ന് കരുനീലിച്ച അവളുടെ കവിളുകൾ കൈവെള്ളയിലെടുത്ത് പതിയെ, വളരെ പതിയെ ആ നെറുകയിൽ അവനൊന്ന് മുത്തി. പിന്നെ അങ്ങനെ തന്നെ കുറേ നേരെ ഇരുന്നു. അവൻ്റെ കണ്ണുനീർത്തുള്ളികൾ അവളുടെ നെറുകയിൽ ഇറ്റു വീണു. പതിയെ അത് അവളുടെ നെറ്റിയിലൂടെ അടഞ്ഞ കൺപോളകൾക്ക് മേലെ പതിച്ചു.
മൈഥിലി നെറ്റി ചൊളിച്ചു. ഒന്നനങ്ങി, പിന്നെ കണ്ണുകൾ തുറന്നു. മുന്നിലിരിക്കുന്ന ഉണ്ണിയെ കണ്ട് സ്വപ്നത്തിൽ എന്നോണം ചിരിച്ചു. കൈ ഉയർത്തി അവൻ്റെ മൂക്കിൻതുമ്പിലൊന്ന് തൊട്ടു നോക്കി. പിന്നീട് പതിയെ താഴേക്ക് ചെന്ന് ആ മീശയിലൊന്ന് പിടിച്ചു വലിച്ചു. ആ! ഉണ്ണിയുടെ ഏങ്ങലിൽ മിത്തു ഒന്ന് പേടിച്ചു. അവൾക്ക് സ്വബോധം വന്നതും പെണ്ണ് ചുറ്റിനും ഒന്ന് നോക്കി. ഹോസ്പിറ്റലിലാണ്. ഉണ്ണിയേട്ടൻ എങ്ങനെ ഇവിടെ വന്നു? അപ്പോൾ സ്വപ്നം അല്ലായിരുന്നോ? കണ്ണു തുറന്ന് സ്വപ്നം കാണുന്നവളെ നോക്കി ഉണ്ണിയിൽ ചിരി പടർന്നു. എന്താണ് തമ്പ്രാടിക്കുട്ടി, സ്വപ്നം കാണുവാണോ? പൂരികാൻ ചുളിച്ചുള്ള അവൻ്റെ ചോദ്യം ചിരി പടർത്തിയെങ്കിലും കുളക്കടവിൽ വെച്ചുള്ള അവൻ്റെ വാക്കുകൾ മനസ്സിൽ പടർന്നപ്പോൾ പരിഭവത്തിൻ്റെ കണ്ണുനീർ അവളിൽ നിന്ന് ഒളിച്ചിറങ്ങി. മോളെ, എന്തിനാടി കരയുന്നേ? വേദനിക്കുന്നുണ്ടോ നിനക്ക്? ഞാൻ ഡോക്ടറിനെ വിളിക്കട്ടെ പോയി. ചോദ്യങ്ങൾക്ക് തലയാട്ടി അല്ല എന്ന മറുപടി കൊടുത്ത് മുഖം തിരിച്ചു കിടന്നവൾ. ഞാൻ അവഗണിച്ചതിനാണോ ഈ ദേഷ്യം? രാവിലെ അങ്ങനൊന്നും പറയാൻ പാടില്ലായിരുന്നു. പറഞ്ഞ അത്രയും തെറ്റാണ്. അതല്ല, പാപമാണ്. എന്നോട് ക്ഷമിക്കടി ഒന്ന്. ഞാൻ വേണമെന്ന് വെച്ച് പറഞ്ഞതല്ലടി. പിന്നെയും എന്തൊക്കെയോ പദം പറഞ്ഞ് പുലമ്പുന്നവനെ സംശയത്തോടെ നോക്കിയവൾ. ഇഷ്ടാടി എനിക്ക് നിന്നെ. എൻ്റെ പ്രാണനാടി നീയ. ഓരോ വട്ടവും പ്രണയം പറഞ്ഞ് നീ വന്നപ്പോൾ ആട്ടി ഓടിക്കാനേ ഞാൻ ശ്രമിച്ചുള്ളൂ. അതിഷ്ടക്കൂടുതൽ കൊണ്ടാ നിന്നെ വെറുതെ എൻ്റെ കഷ്ടപ്പാടുകൾക്കിടയിൽ വലിച്ചിടേണ്ടെന്നോർത്താ. നിന്റെ നല്ല ജീവിതം ഞാനായിട്ട് നശിപ്പിക്കേണ്ടല്ലോ എന്നോർത്താ. പക്ഷേ നീ എന്നെ തോൽപ്പിച്ചല്ലോ മോളെ. അവൻ്റെ വിങ്ങുന്ന നെഞ്ചകത്തിൻ്റെ തേങ്ങൽ വാക്കുകൾക്കിടയിൽ ഞെളിപിരി കൊണ്ടു. ഇനി എന്തൊക്കെയോ പറയാനുണ്ടെന്ന പോൽ ഉണ്ണിയുടെ മുഖം ദയനീയമായി അവളെ കേണു. നിർവികാരതയോടെ തന്നെ ഉറ്റുനോക്കുന്ന മിത്തുവിനെ കണ്ട് വേദനയോടെ ഒന്ന് ചിരിച്ചവൻ. അറിയാം ഇത് താൻ അർഹിക്കുന്നുവെന്ന്, പക്ഷെ സഹിക്കാൻ പറ്റുന്നില്ല. ഓരോ പ്രാവശ്യവും അവഗണിച്ചപ്പോഴും അവൾക്ക് എന്ത് നൊന്തിട്ടുണ്ടാവും? കലുഷിത മനസ്സുമായി അവൻ വീണ്ടും അവളുടെ നെറ്റിയിലൊന്ന് മുത്തി. ശേഷം തിരിഞ്ഞു നോക്കാതെ മുറിക്ക് പുറത്തേക്ക് നടന്നകന്നു. എന്തൊരു പാപിയാടാ വിഷ്ണു, എൻ്റെ മോളെ ഞാൻ എന്തോരം വേദനിപ്പിച്ചടാ. ഹോസ്പിറ്റലിൻ്റെ മതിൽക്കെട്ടിന് വെളിയിൽ റോഡ് സൈഡിലെ സിമൻറ്റ് ബെഞ്ചിലിരുന്ന് പുലമ്പുന്ന ഉണ്ണിയെ കണ്ട് വിഷ്ണുവിൻ്റെ നെഞ്ചു നീറി. 1 മണിക്കൂർ മുകളിലായി ഈ ഇരിപ്പ് തുടങ്ങിയിട്ട്. മിത്തുവിനെ കണ്ടിട്ട് വന്നിട്ടുള്ള ഇരിപ്പാണ്. നേരം പുലരാറായിട്ടുണ്ട്. വീട്ടിൽ പോക എന്ന് പറഞ്ഞിട്ടും വരാതെ വാശി പിടിച്ചിരിക്കുന്നവനെ വിഷ്ണു വേദനയോടെ നോക്കി. ഡാ ഉണ്ണി, മിത്തുവിന് ഒരു കുഴപ്പവും കാണില്ല. നീ ആവശ്യമില്ലാതെ ഇങ്ങനെ ഓരോന്നും ആലോചിച്ച് മനസ്സ് പുണ്ണാക്കണ്ട. എന്തൊക്കെ പറഞ്ഞിട്ടും കേൾക്കാതെ പിച്ചയും പേയും പറയുന്നവനെ കണ്ട് ദേഷ്യം വരുന്നുണ്ടായിരുന്നു വിഷ്ണുവിന്. ഹോസ്പിറ്റലിലേക്ക് വന്നും പോയി ഇരുന്ന ആൾക്കാർ ഉണ്ണിയെ ഒരു ഭ്രാന്തനെ പോലെ നോക്കി ചിരിക്കുന്നുണ്ടായിരുന്നു. കോവിലകത്തെ മൈഥിലിയെ ഉണ്ണി എന്ന ഈ വ്യാസൻ പ്രേമിക്കുന്നു എന്നും പറഞ്ഞ് ഒരു ഭ്രാന്തനെ പോലെ പൊട്ടിച്ചിരിക്കുന്നവനെ നോക്കി ഗേറ്റിങ്കൽ നിന്ന് സെക്യൂരിറ്റിയുടെ കണ്ണുകളൊന്ന് കുറുകി. മിത്തുമോളെ, ഇപ്പോൾ നിനക്ക് കുഴപ്പമൊന്നും ഇല്ലല്ലോ അല്ലേ? അമ്പലപ്പടവുകൾ ഇറങ്ങി വന്നപ്പോഴായിരുന്നു ആൽമര ചുവട്ടിലിരിക്കുന്ന വിഷ്ണുവിനെ കണ്ടത്. പതിയെ അങ്ങോട്ടേക്ക് നടന്നവൾ കണ്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിരിക്കുന്നു. ഇപ്പോൾ ഹേതായി വിഷ്ണുവേട്ടാ? മറുപടി പറഞ്ഞുകൊണ്ട് കണ്ണുകൾ ചുറ്റും ഒന്ന് ഉഴറി നോക്കി മൈഥിലി. പക്ഷേ കൊതിച്ചതെന്തോ കാണാത്തത് കൊണ്ട് അവളുടെ മുഖം പൊടുന്നനെ മ്ലാനമായി. ആരെയാ നീ നോക്കുന്നേ? മനസ്സിലായെങ്കിലും വെറുതെ വിഷ്ണു ഒന്ന് ആരാഞ്ഞു. അവളുടെ കണ്ണുകളിലെ സങ്കടഭാവം അവനെ നൊമ്പരത്തിൽ ആഴ്ത്തിയിരുന്നു. ഒന്നുമില്ല വിഷ്ണുവേട്ടാ, ഞാൻ ആരെയും നോക്കിയില്ല. ചിരിച്ചുകൊണ്ട് നെറ്റി ചുളിച്ച് വിഷ്ണുവിന് അവൾ ചന്ദനം തൊട്ട് കൊടുത്തു. ഉണ്ണിയാണെങ്കിൽ അവൻതോ കുളത്തെങ്കിൽ ഇരിപ്പുണ്ട്. കളിയാക്കലിൻ്റെ ഭാഷയിൽ വിഷ്ണു അത് പറഞ്ഞെങ്കിലും മിത്തുവിൻ്റെ മുഖത്തെ ദീനഭാവം അവളെ ഒന്ന് നോവിച്ചു. അയ്യോ മിത്തുക്കുട്ടിയെ, ഞാൻ ചുമ്മാ പറഞ്ഞതാട്ടോ. ഇനി ഇതിൻ്റെ പേരിൽ മുഖം വേർപ്പിക്കണ്ട. ചെല്ല്, വീട്ടിലേക്ക് പൊക്കോ നീ. തലയാട്ടിക്കൊണ്ട് അവൾ തിരിഞ്ഞു നടന്നു. മനസ്സെന്തുകൊണ്ടോ വിങ്ങുന്നു. നെഞ്ചിനുള്ളിൽ ഉണ്ണിയുടെ രൂപം തെളിഞ്ഞപ്പോൾ ഹൃദയം ഒന്ന് ഉച്ചത്തിൽ ഇടിച്ചുവോ? കുളപ്പടവിന് മുൻപിൽ കൂടി വേണം റോഡിലേക്ക് ഇറങ്ങുവാൻ. അതിൻ്റെ മുൻപിലേക്കുള്ള വഴിയിലേക്ക് ഇറങ്ങിയപ്പോൾ കാലുകൾ എന്തുകൊണ്ടോ കൂച്ചുവിലങ്ങിട്ടതുപോലെ നിന്നു. പതിയെ പടവുകൾ ഇറങ്ങിയവൾ താഴേക്ക് ചെന്നു. താഴത്തെ പടവിലിരിക്കുന്ന ഉണ്ണിയെ കണ്ട് ശരീരം വിറച്ചവളുടെ പ്രാണനെ ഒരു നോക്ക് കാണുവാനുള്ള വ്യഗ്രയിൽ അവളുടെ പരിഭവം പോലും മറന്നുപോയിരുന്നു. നീല ഷർട്ടും കാവിമുണ്ടും കൊടുത്ത് കാൽപാദം വെള്ളത്തിൽ മുക്കി മീനുകൾക്ക് തീറ്റയിട്ട് കൊടുക്കുന്നവനെ കണ്ട് ഒരു നിമിഷം അവൾ നോക്കി നിന്നു. തൊണ്ട വരളുന്നത് പോലെ ഹൃദയമിടിപ്പ് വേഗത്തിലായി. ശരീരമാകെ ഒരു തരിപ്പ് കയറി പെണ്ണിൻ്റെ. മോളെ മിത്തു, നീ എന്താ ഇവിടെ? കൊലുസിൻ്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കിയ ഉണ്ണി കാണുന്നത്
കൈ പിണച്ചും അഴിച്ചും കൊണ്ട് പടവിൻ്റെ ഭിത്തിയിൽ ചേർന്ന് നിൽക്കുന്ന മിത്തുവിനെയാണ്. തിരിച്ചൊന്നും പറയാതെ നിശബ്ദമായി കുനിഞ്ഞു നിൽക്കുന്നവളെ കണ്ട് അവൻ മെല്ലെ അങ്ങോട്ടേക്ക് നടന്നു. എന്നിട്ട് ആ പെണ്ണിൻ്റെ കൈകൾ രണ്ടും കവർന്നു പിടിച്ചു. തൻ്റെ കൈകൾ ചേർന്ന് പിടിച്ചവൻ്റെ മുഖത്തേക്ക് ഒരു നിമിഷം നോക്കി നിന്നവൾ പിന്നീട് കുളത്തിലെ വെള്ളത്തിലേക്ക് കണ്ണുകൾ വായിച്ചു. പെണ്ണിന് കരച്ചിൽ വരുന്നുണ്ടായിരുന്നു. അത് കണ്ടതും ഉണ്ണി കുറ്റബോധത്താൽ നീറി. ഇന്നലെ ഇന്നും തുടങ്ങിയതല്ലടി. വർഷം കുറേ ആയി നിന്നെ ഈ മനസ്സിൽ കൊണ്ടിട്ട് നടക്കുന്നു. വിശ്വസിക്കില്ലെന്നറിയാം, എന്നാലും പറയാം. ജീവനാടി പെണ്ണെ നീ എൻ്റെ. ഒരിക്കലും ഒരുമിക്കാൻ കഴിയാത്ത 2 ജന്മങ്ങളാ നമ്മളെന്ന് കരുതിയാ നീ അടുക്കാൻ ശ്രമിക്കുമ്പോഴെല്ലാം അകറ്റി മാറ്റി നിർത്തിയത്. അല്ലാതെ സ്നേഹമില്ലാഞ്ഞിട്ടല്ല. പക്ഷെ ഇപ്പോൾ പറ്റുന്നില്ലടി എനിക്ക്. എന്നോട് പൊറുക്കടി മോളെ. കൂട്ടിപ്പിടിച്ച കൈപ്പത്തിമേൽ മുഖം ചേർത്ത് വെച്ച് പുലമ്പുന്നവൻ്റെ നോവ് കണ്ട് മൈഥിലിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവളുടെ പരിഭവവും പിണക്കവും എങ്ങോ പോയി മറഞ്ഞു. പ്രണയം അങ്ങനെയല്ലേ, ഇഷ്ടപ്പെട്ട ഒരു നോട്ടത്തിനോ വാക്കിലോ അലിഞ്ഞില്ലാതാവുന്ന പിണക്കങ്ങൾ. കൂട്ടിവെച്ച പരിഭവങ്ങൾ പ്രാണന്റെ വാക്കുകളിൽ കുടുങ്ങി കണ്ണീരായി പരിണമിച്ചു. ഉണ്ണിയേട്ടാ, എന്താ ഇത്? അതെനിക്ക് പിണക്കമൊന്നുമില്ല. അങ്ങനെയൊക്കെ അന്ന് പറഞ്ഞപ്പോൾ വിഷമായി എന്നുള്ളത് സത്യ. പക്ഷെ ഇപ്പോൾ ഈ നെഞ്ചു നിറയെ എന്നോടുള്ള ഇഷ്ടമാണെന്ന് എനിക്കറിയാലോ. നെഞ്ചിന് മുകളിൽ ചൂണ്ടുവിരൽ പതിപ്പിച്ചുകൊണ്ട് പ്രണയത്തിൽ ചാലിച്ച കുറുമ്പ് കൊണ്ട് നോക്കുന്നവളെ കണ്ട് ഉണ്ണി ഒന്ന് ചിരിച്ചു. ശേഷം അവളുടെ ആ കുഞ്ഞുമുഖം കൈക്കുമ്പിളിലെടുത്തു. പെണ്ണിൻ്റെ പിടയ്ക്കുന്ന കണ്ണുകളുടെ ആഴങ്ങളിലേക്ക് അലിഞ്ഞു ചേരുന്നത് പോലെ തോന്നിയവന് പതിയെ, വളരെ പതിയെ വലത്തുകൈയുടെ തള്ളവിരൽ കൊണ്ട് അവളുടെ ഇടത്ത് കൺപോളകൾ ഒന്ന് ഒഴിഞ്ഞു വിട്ടവൻ. ശേഷം ആ നെറുകയിലൊന്ന് അമർത്തി ചുംബിച്ചു. പിന്നെ പതിയെ ചേർത്ത് നിർത്തി തലയിൽ അരുമയോടെ തലോടി കൊടുത്തു. കണ്ണുകളടച്ച് പരസ്പരം മറന്നു നിന്നുപോയി മൈഥിലി. തൻ്റെ പ്രണയം സ്വന്തമായതിലൊരു പട്ടം പോലെ പറക്കുകയായിരുന്നു ആ പെണ്ണിൻ്റെ മനസ്സപ്പോൾ. അവളുടെ ഉണ്ണിയും മാത്രമുള്ള ലോകത്തിലേക്ക് തേരിലേറിയ ഒരു യാത്ര. കുളപ്പടിയിൽ ആരുടെയോ കാലച്ച കേട്ടപ്പോഴാണ് പിന്നീട് മൈഥിലിക്ക് സ്വബോധം വന്നതും അവൾ ഉണ്ണിയിൽ നിന്നും പിടഞ്ഞു മാറി നിന്നതും. ഡാ, നീയായിരുന്നോ മനുഷ്യനെ പേടിപ്പിക്കാൻ വേണ്ടി? പടവുകൾ ചാടി ഇറങ്ങി വരുന്ന വിഷ്ണുവിനെ കണ്ട് ഉണ്ണി പല്ലിറുമ്പി. നീ പോയില്ലായിരുന്നോ മിത്തൂസ്? വിഷ്ണു അവനെ നോക്കി തിരക്കി. ആഹാ, ചുമലുകളാട്ടിയില്ലെന്ന് പറഞ്ഞു പെണ്ണ്. ശേഷം ഉണ്ണിയെ ഒന്ന് നോക്കി പൊയ്ക്കോട്ടെ എന്ന് കണ്ണുകളാൽ അനുവാദം ചോദിച്ചു. കണ്ണിറുക്കി നോട്ടമെറിഞ്ഞവന് നാണത്തിൽ ചാരിച്ച പുഞ്ചിരി നൽകി പടവുകൾ കയറിപ്പോയി മൈഥിലി. മുത്തശ്ശ, ഇങ്ങോട്ട് നോക്കിയൊന്ന്. കുട്ടിശങ്കറിന്റെ മുകളിൽ കയറിയിരുന്ന് വികൃതി കാട്ടണ മിത്തുവിനെ വിശ്വനാഥൻ വാത്സല്യപൂർവ്വം നോക്കി. കുടിച്ചുകൊണ്ടിരുന്ന ചായക്കപ്പ് പതിയെ വരാന്തയിലേക്ക് വെച്ച് അങ്ങോട്ടേക്ക് ചെന്നയാൾ, മിത്തുവേ, എന്താ ഇത് പെണ്ണെ? കുറുമ്പ് കൂടുന്നുണ്ട് നിനക്ക് കേട്ടോ. ശങ്കരൻ്റെ മുകളിൽ കയറിയിരുന്ന് മുറ്റത്ത് നിൽക്കുന്ന മാവിൽ നിന്ന് മാങ്ങ പൊട്ടിച്ച് കയ്യിലിരിക്കുന്ന കുഞ്ഞുകുട്ടയിൽ നിറയ്ക്കുകയാണ് പെണ്ണ്. ശങ്കരൻ അതിനനുസരിച്ച് മാറി മാറി നിൽക്കുന്നുമുണ്ട്. അവരുടെ സ്നേഹം കണ്ട് കണ്ണു നിറച്ചാണ് സൗദാമിനി അപ്പോഴേക്കും മുറ്റത്തേക്ക് ഇറങ്ങിച്ചെന്നത്. മതി മോളെ പൊട്ടിച്ചത്, നീ ഇനി ഇങ്ങോട്ടേക്ക് ഇറങ്ങി വന്നേ. ഒരു കത്തിയും ഒരു പാത്രത്തിൽ ഉപ്പും മുളകും പൊടിയുടെ കൂട്ടും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് സൗദാമിനിയുടെ നിൽപ്പ്. മുത്തശ്ശിയുടെ പറച്ചിൽ കേട്ടതും ശങ്കരൻ്റെ ചെവിയിൽ പിടിച്ച് ബാലൻസ് ചെയ്ത് അവൻ മടക്കി വെച്ചു കൊടുത്ത കാലിൽ ചവിട്ടി മെല്ലെ അവൾ ഊർന്നിറങ്ങി. എന്നിട്ട് മാങ്ങാക്കുട്ട മുത്തശ്ശിയുടെ കയ്യിലേക്ക് വെച്ചു കൊടുത്തവൾ. ശേഷം മുത്തശ്ശി അരിഞ്ഞു കൊടുത്ത ഉപ്പും മുളകും പുരട്ടിയ മാങ്ങാപ്പൂൾ ആസ്വദിച്ച് കഴിച്ചുകൊണ്ട് മുറ്റത്ത് വീടിനോട് ചേർത്ത് കെട്ടിയിരിക്കുന്ന പടികളിൽ അവർക്കൊപ്പം ഇരുന്നു. മുത്തശ്ശൻ അവരോട് എന്തൊക്കെയോ പറഞ്ഞു ചിരിക്കുന്നുണ്ട്. അവളുടെ ചിരിയും കുറുമ്പും എല്ലാം ആണ് അവരുടെ സന്തോഷം. ഗേറ്റ് കടന്ന് അകത്തേക്ക് കയറി വന്ന ആനന്ദൻ്റെ കാറ് കണ്ടാണ് അവരുടെ സംസാരം പൊടുന്നനെ നിലച്ചത്. അപ്പോൾ വരെ സന്തോഷത്താൽ ആറാടിയ മൈഥിലിയുടെ മുഖം പൊടുന്നനെ കാർമേഘം നിറഞ്ഞു. മെല്ലെ അവൾ എഴുന്നേറ്റ് നിന്നു. മിത്തുവിൻ്റെ മുഖം കണ്ട് വിശ്വനാഥനും സൗദാമിനിയും പരസ്പരം വേദനയോടുകൂടി നോക്കി. സ്വന്തം മകനാണെങ്കിലും അഹങ്കാരത്തിൻ്റെയും സ്വാർത്ഥതയും പ്രതീകമാണതവൻ. ഭാര്യയുടെയും മകളെയും കാണുന്ന ഒരു ജന്മം. എല്ലാവരെയും അടച്ചു ഭരിക്കണേ എന്ന ആഗ്രഹമുള്ളവൻ. തൊഴിലാളികളോട് പോലും മേൽക്കോയ്മയാണ്. രണ്ടാമൻ ഉദയനും ഇതേ സ്വഭാവം തന്നെയാണ്. പക്ഷെ ഉദയന് ഭാര്യയുടെ മക്കളോട് സ്നേഹമാണ്. അവർ കോവിലകത്ത് വല്ലപ്പോഴും എത്തുന്ന അതിഥികൾ മാത്രമാണ്. രാത്രി എന്തേ വീട്ടിലെത്തിയില്ല നീയ്? വിശ്വനാഥൻ്റെ ചോദ്യം കേട്ടുവെങ്കിലും തിരക്കുണ്ടായിരുന്നു എന്ന മറുപടി പറഞ്ഞുകൊണ്ട് മിത്തുവിനെ ഒന്ന് നോക്കിയിട്ട് അകത്തേക്ക് നടന്നയാൾ. കുളി കഴിഞ്ഞ് മോയ്സ്ചറൈസർ പുരട്ടി ഒരു സ്ലീവ്ലെസ് നൈറ്റ് ഗൗൺ ഇട്ട് മൈഥിലി ബാത്റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. നനഞ്ഞ നീണ്ട മുടിയിഴകൾ ഒന്നുകൂടെ തോർത്തി ട്രൈ ചെയ്ത് വെറുതെ അഴിച്ചിട്ടു.
അലക്സായിൽ നിന്നൊഴുകുന്ന പ്രണയഗാനങ്ങൾ പതിയെ ശബ്ദത്തിൽ മുറിയിലാകെ ഒഴുകി. ബാൽക്കണിയുടെ കുടമുല്ലപ്പൂക്കളുടെ സുഗന്ധം ആസ്വദിച്ച് ബെഡിലേക്ക് കിടന്നവൾ കണ്ണടയ്ക്കുമ്പോൾ ഉണ്ണിയുടെ മിഴിവാർന്ന രൂപം മനസ്സിലേക്ക് ഓടിയെത്തി. നാണത്തിൽ വിടർന്ന പുഞ്ചിരി ചുണ്ടിൽ തൊത്തി കളിച്ചപ്പോഴും നിദ്ര വന്നവളുടെ കണ്ണുകളെ തഴുകിയിരുന്നു. ഇതേ സമയം കോവിലകത്തിൻ്റെ മതിൽ ചാടി അകത്തേക്കെത്തിയ ഉണ്ണി ചെന്ന് പെട്ടത് കുട്ടിശങ്കറിൻ്റെ മുൻപിലേക്കായിരുന്നു. അപ്പുറത്ത് കുറച്ചു മാറി അനന്തൻ അയാളുടെ PAയുമായി ഓഫീസ് കാര്യങ്ങൾ പുറത്തിരുന്ന് ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. പെട്ട അവസ്ഥയിൽ ഉണ്ണി ഭീതിയോടെ ശങ്കരനെ ഒന്ന് നോക്കി. അതെ കൂട്ടുകാരെ, ഇത് ഷോർട്ട് സ്റ്റോറീസ് മാത്രം ഇടുന്ന എൻ്റെ പുതിയ ചാനലാണ് കേട്ടോ. എല്ലാവരും ദയവായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ ഇതൊരു 3 പാർട്ട് തരുന്ന കുഞ്ഞു സ്റ്റോറിയാണ്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ ദയവായി ഒന്ന് എഴുതി അറിയിക്കണം കേട്ടോ. അടുത്ത പാട്ടുമായിട്ട് ഞാൻ നാളെ കഴിഞ്ഞ് ഇതേ സമയം വരുന്നതായിരിക്കും എന്ന് സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം മൈഥിലി മിത്ര.